അൽ ബറൂനി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ഹിന്ദു. ആ പേര് പോലും ഇസ്ലാമിന്റെ സംഭാവനയാണ്. ലോക ചരിത്രം പറയുന്നതാണ്. INDU, ഇന്ദു എന്ന് അൽ ബറൂനി വിളിച്ച വാക്കാണ് ഹിന്ദു. സിന്ധുവിന്റെ ഇപ്പുറത്തുള്ളവർ ഹിന്ദു. ആ ഹിന്ദുവാണ് വിപുലീകരിച്ച് ഹിന്ദുവായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എഴുതി വെച്ചത്, ഹിന്ദു മതം ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു സംസ്കൃതിയാണ്. ലോകത്തിലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഹൈന്ദവ സിദ്ധാന്തങ്ങൾ. അത് പ്രത്യേക ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻക്ലൂഷനാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക, സനാതനധർമ്മമാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയ വലിയ ചിന്തകളെ സങ്കുചിതമാക്കി കൊണ്ടുവന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് ആ കിട്ടിയതിന് ശേഷവും ഇന്നേ വരെ 925 മുതൽ ഇന്നേ വരെയുള്ള അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽ RSS വളർത്തിയത് സങ്കുചിതമായ മനസ്സിനെയാണ്, വിശാല വീക്ഷണമായ മനസ്സിനെയല്ല. ആ വിശാല വീക്ഷണമാണ് ഹൈന്ദവ സനാതന ധർമ്മം. ഗാന്ധിജി ഏറ്റുപിടിച്ചത് അതാണ്, പൗരാണിക മഹർഷിമാർ ഏറ്റുപിടിച്ചതാണ്, ശ്രീരാമനും ശ്രീകൃഷ്ണനും പാടി നടന്നതാണ്, വാത്മീകിയും വ്യാസനും പറഞ്ഞു കൊടുത്തതാണ്. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. അല്ലാതെ ഈ കാണുന്ന സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രമല്ല എന്ന് വളർന്നു വരുന്ന ഇന്ത്യയിലെ ഏത് മതത്തിലെ ചെറുപ്പക്കാരികളും വായിച്ചിരിക്കണം ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ച്. ഇവര് ചരിത്രം ദുർവ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ സർദാർ പട്ടേലിനെ RSSന്റെ നേതാവാക്കി, വലിയ പ്രതിമ ഉണ്ടാക്കിയിട്ട് അവിടെ ഗുജറാത്തിൽ 3000 കോടി രൂപ ചെലവാക്കിയിട്ട് പ്രതിമ ഉണ്ടാക്കി. ആരാ സർദാർ പട്ടേൽ? ഇന്ത്യയിൽ RSSനെ നിരോധിച്ച ആഭ്യന്തരമന്ത്രിയാണ്. ഗാന്ധി വധത്തിന് ശേഷം ഏതാണ്ട് 2 ദശകങ്ങളോളം RSS നിരോധിക്കപ്പെട്ടു. ഗോൾവാൾക്കർ 3-4 കത്തെഴുതിരുന്നു സർദാർ പട്ടേലിനെ ഒന്ന് കാണണം, സമ്മതിച്ചില്ല പട്ടേൽ. അവസാനം ശ്യാമപ്രസാദ് മുഖർജിയും ഗോൾവാൾക്കറും നിരന്തരമായി പറഞ്ഞ് നെഹ്റുവിന്റെ അനുവാദത്തോടു കൂടി സർദാർ പട്ടേൽ കാണുന്നു. അപ്പൊരൊറ്റക്കാരിയെ സർദാർ പട്ടേൽ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, ഇനിയും പറ്റില്ല, സാംസ്കാരിക സംഘടനയായി വേണമെങ്കിൽ പ്രവർത്തിച്ചോളൂ. അങ്ങനെ RSSനെ പരിപൂർണമായി നിരോധിച്ച ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന് ഇന്ന് അവരുടെ നേതാവാക്കിയിട്ട് ഈ മൂടി കൊണ്ടുപോയി നടക്കുക. സുഹൃത്തുക്കളെ, അത്ഭുതപ്പെടേണ്ട, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി RSSന്റെ നേതാവായിട്ട് മാറ്റുവരും. ഇന്ത്യൻ ചരിത്രം അങ്ങോട്ടാ പോകുന്നത്. അത് കേട്ടിട്ട് ഇങ്ങനെ നിസ്സംഗരായി പ്രതികരിക്കാത്തൊരു വിഭാഗമായി ഇന്ത്യൻ സമൂഹം നിൽക്കും. ഇപ്പൊ നമ്മളെല്ലാവരും റോട്ടിന്റെ മുകളിലാണല്ലോ. എവിടെയായിരുന്നു നമ്മൾ ഇതിന്റെ മുന്നേ? നമ്മളൊക്കെ ഇതിൻ്റെ ഉത്തരവാദികളല്ലേ? ഒരാളെ മാത്രം പറഞ്ഞാൽ മതിയോ? ജുനായിദ് എന്ന ബാലനെ പശുവിന്റെ ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ ചുട്ടുകരിച്ചപ്പോൾ ഇന്ത്യ എവിടെയായിരുന്നു? അസ്ലാം ഖാനെ നോയിഡയുടെ മരത്തിന്റെ മുകളിൽ തൂക്കിക്കൊന്നപ്പോൾ ഇന്ത്യ എവിടെയായിരുന്നു? പ്രതികരിച്ചോ ഭാരതം? ഗൗരി ലങ്കേഷിനെ വധിച്ചപ്പോൾ ഭാരതം പ്രതികരിച്ചോ? കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ BSNL അങ്ങനെ സർവ്വവിധ ലോക പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഈ ബഡ്ജറ്റിലടക്കം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇന്ത്യ പ്രതികരിച്ചു. 8 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഭാരത് പെട്രോളിയത്തിന് 60,000 കോടി രൂപയ്ക്ക് വിൽക്കാൻ ആരാംകോ കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണ്. ഭാരതം പ്രതികരിക്കുന്നുണ്ടോ? കോട്ടക്കില്ല ആൾക്കാർ പ്രതികരിച്ചോ? 16ഉം 18ഉം പ്രാവശ്യം ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? ഇത് തന്നെയാണ് ഫാസിസം. ഫാസിസത്തിന്റെ ആവശ്യം നിശബ്ദരായിരിക്കുന്ന സമൂഹത്തിൻ്റെയാണ്. ഫാസിസത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ പേരാണ് മൗനം. ഗാന്ധിജി പഠിപ്പിച്ചത് അതാ, അനീതി കണ്ടാൽ പ്രതികരിച്ചോളാം. ഇന്ത്യക്കാരന്റെ സ്വഭാവം അനീതി കണ്ട 1 മാസം കഴിഞ്ഞിട്ടേ പ്രതികരിക്കുള്ളൂ. പിന്നെ അവിടെ ഫാസിസം അല്ലാതെ പിന്നെ എന്താ വളരെ? അവിടെയാണ് ഈ പ്രശ്നം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, ഒക്കെ പുറത്തേക്ക് നോക്കിയിരിക്കുക എല്ലാവരും. ഇവിടുത്തെ ദർശനങ്ങൾ മുഴുവൻ പഠിപ്പിച്ചത് ഉള്ളിലേക്ക് നോക്കാനാണ്. ക്രിസ്തുദേവൻ പറഞ്ഞത് സ്വർഗരാജ്യം നിന്റെ ഉള്ളിലാണ്, പുറത്തല്ല എന്ന്. വിശുദ്ധ ഖുർആന്റെ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില ഭാഗത്ത് നിങ്ങൾക്കൊരു വാക്ക് കാണാം, അനൽ ഹക്ക്, അത് നീയാകുന്നു. എല്ലാ മനുഷ്യന്റെ സർഗ ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കാതെ അവനവന്റെ വീട്ടിൽ നടക്കുന്ന ഒന്നും ആർക്കും ഒരു കാര്യമില്ല. അടുത്ത വീട്ടിൽ എന്താ നടക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹം. പിന്നെ രാജ്യത്തിനെ കുറിച്ച് ആർക്കാ ബോധ്യമുണ്ടാവുക? ഗാന്ധിജി പഠിപ്പിച്ചത് അതല്ലല്ലോ. മൗലാന ആസാദും സർവേപ്പള്ളി രാധാകൃഷ്ണനും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഒന്നും പഠിപ്പിച്ചത് അതല്ലല്ലോ. ഇന്ത്യയിൽ ഇത്ര വലിയ ദർശനങ്ങളും ജനാധിപത്യ മതേതര ചിന്തകൾ ഉണ്ടായിട്ടും ഭാരതം ഇങ്ങനെയായി? 130 കോടി ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? 1, 2, 3 രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ മാത്രം പ്രതികരിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഈ രാജ്യത്തിൽ മനുഷ്യന്റെ മഹാശക്തി ഉണരേണ്ട കാലഘട്ടമല്ലേ? ഈ ഡൽഹിയിൽ നടന്ന സംഭവങ്ങളടക്കം ഈ രാജ്യത്തിനെ ഭീപത്സപ്പെടുത്തുന്ന രൂപത്തിൽ സംഘപരിവാർ അഴിഞ്ഞാടുന്ന സമയത്ത് ഇന്ത്യയിൽ നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ജനാധിപത്യ മാർഗത്തിലൂടെ ഏറ്റവും വലിയ ശക്തിമത്തായ മാനവിക മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവേണ്ട കാര്യമാണ്. ഗാന്ധിയൻ ആ സമര രീതി ഇപ്പോൾ രാജ്യത്ത് പ്രസക്തമാണ്.
നിയമപരമായ വേദികളിലൂടെ ജനാധിപത്യ സ്വാതന്ത്ര്യ അവകാശങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഉജ്ജ്വല പോരാട്ടം. അതിന് നമുക്ക് കരുത്തു തരുന്നു ഈ ഉപനിഷത്തും ഭഗവത്ഗീതയും എല്ലാം. അവര് പറഞ്ഞത് അതാണ്. RSSന്റെ തലവൻ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹി സംഭവം നടക്കുമ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശരി എന്താണ് അത് ചെയ്തോളൂ എന്ന്. കേട്ടാത്തൊന്നും ഭഗവത്ഗീത പറഞ്ഞ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കൊല്ലാനാണ്. ഈ RSSകാർ എത്ര പേര് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ഉപനിഷത്ത് വായിച്ചിട്ടുണ്ട്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം, ഫാസിസത്തിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിലെ 80% ആൾക്കാരും ഗഹനമായ വായനയില്ലാത്തവരാണ്. ഉപനിഷത്തും വായിച്ചിട്ടില്ല, രാമായണവും വായിച്ചിട്ടില്ല, ഭഗവത്ഗീതയും വായിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ അർത്ഥം മനസ്സിലാക്കി വായിച്ചവർ എത്ര പേരുണ്ട്? വിശുദ്ധ ബൈബിളിലെ അർത്ഥസമ്പൂർണ്ണത അറിയുന്നവർ എത്ര പേരുണ്ട്? പ്രവാചകന്മാർക്കും വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അതിനെ ദുർവ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് രാഷ്ട്രത്തിന്റെ പൈതൃകത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്നത്. RSS അവരുടെ ശാഖകളിൽ ഉപനിഷത്ത് പാടില്ല, ഭഗവത്ഗീത ചൊല്ലില്ല. അതിന്റെ എവിടെയെങ്കിലും ഒരു മൗലികവാദ ആശയം ഭഗവത്ഗീതയിലുണ്ടെങ്കിൽ അത് മാത്രം പറയും. അവര് ഈ ശാഖകളിൽ പറയുന്നത് മനുസ്മൃതി മാത്രമാണ്. നേരത്തെ പറഞ്ഞ മനുസ്മൃതി. കാരണം RSS ശാഖകളിൽ ഉപനിഷത്ത് ചൊല്ലിയാൽ ബുദ്ധി വികസിക്കും. ബുദ്ധി വികസിച്ചാൽ പിന്നെ RSS പിരിച്ചുവിടേണ്ടി വരും. കാരണം ലോകത്തിനെ ഒന്നായി കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രാകൃത സിദ്ധാന്തങ്ങളെ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ മണ്ണിൽ ഈ പ്രാകൃത സിദ്ധാന്തങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് 10,3500 വർഷങ്ങൾക്ക് മുമ്പേ പറയാൻ തുടങ്ങിയിരുന്നു. ഇത്തരത്തിലുള്ള ദർശനങ്ങളിലൂടെ ഭരണഘടനയും ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ് ഭാരതത്തിന്റെ മുഖമുദ്ര. 1950 ഭരണഘടന ഔദ്യോഗികമായിട്ട് ജനുവരി 26 ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിൽ അംബേദ്കർ പറഞ്ഞു, വളരെയധികം സ്പഷ്ടമായ രീതിയിൽ, സ്ഫുടമായ രീതിയിൽ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അവസാനം ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ സാമൂഹിക സമത്വവും സാമ്പത്തിക സമത്വവും ഉണ്ടാകണമെന്ന് അംബേദ്കർ അന്ന് നെഹ്റുവിനോടും അന്നത്തെ ഗവൺമെന്റിനോടും പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 72 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ രാഷ്ട്രീയ സമത്വവുമില്ല, സാമൂഹിക സമത്വവുമില്ല. അംബേദ്കർ പിന്നെയും എഴുതി വെച്ചു, ഞാൻ ആശങ്കാജനകനാണ്, എനിക്ക് വ്യാകുലതയുണ്ട്, എനിക്ക് ഉത്കണ്ഠയുണ്ട്. ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹം പറയുന്നത്, രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റിനോടും പ്രധാനമന്ത്രിയോടും. കാരണം ഈ രാജ്യത്ത് ഛിദ്രശക്തികൾ വളർന്നു വരുന്നു, ഈ രാജ്യത്ത് ഛിദ്രവാസനകൾ വളർന്നു വരുന്നു. ആ ഛിദ്രശക്തികൾ സമൂഹത്തിൽ മേധാവിത്വം ചെലുത്തിയാൽ അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന് ഡോക്ടർ അംബേദ്കർ അന്നേ പറഞ്ഞതാണ്. ഗാന്ധി വധം കഴിഞ്ഞതിന് ശേഷം അംബേദ്കറുടെ പ്രസംഗമാണ്, ആ ഛിദ്രശക്തികൾ വളർന്നു വരുമ്പോൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ശരിയായില്ലേ? പിന്നെയും അംബേദ്കർ പറഞ്ഞു, നല്ല ബുദ്ധിയുള്ളവർ, വിശാല മനസ്കതയുള്ളവർ ഭരണഘടനയെ ഉപയോഗിക്കുമ്പോൾ അത് ജനോപകാരപ്രദമാകും. ചീത്ത മനസ്സുള്ളവർ ഭരണഘടനയെ ഉപയോഗിച്ചാൽ അത് തിന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര നല്ല ഭരണഘടനയായാലും. അതും അംബേദ്കർ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് രാജ്യത്തിൽ നടക്കുന്ന സംഭവം.